ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ആഫ്രിക്കൻ കഥയാണ്. ആന വെറുതെ നടക്കാനിറങ്ങിയതായിരുന്നു. അതിനിടയിൽ ഒട്ടകപ്പക്ഷിയുടെ കൂടിനടുത്തെത്തി. ഒട്ടകപ്പക്ഷിയാകട്ടെ ദൂരെയുള്ള ഒരു പുഴയിൽ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു. കൂട്ടിൽ കിടക്കുന്ന മുട്ടകൾ കണ്ടപ്പോൾ ആനയുടെ മാതൃഹൃദയവും സങ്കടവും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു. ഒരമ്മയ്ക്ക് എങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറാൻ കഴിയും? ആ മുട്ട ഒന്ന് മൂടി വച്ചിട്ടെങ്കിലും പോയി കൂടെ? ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ നശിപ്പിക്കുകയോ ചെയ്താലോ? ആനയുടെ ഹൃദയം ആ മുട്ടകൾക്കുള്ളിൽ വിരിയാറായി വരുന്ന കുരുന്നു ജീവനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ആന ഒരു തീരുമാനമെടുത്തു. ഈ മുട്ടകളെ ഇങ്ങനെ അനാഥമാക്കിയിട്ട് പോയിക്കൂടാ. ഏതായാലും ഒട്ടകപ്പക്ഷി വരുന്നത് വരെ ഞാൻ എൻ്റെ ചൂട് കൊടുത്ത് ഇതിനെ സംരക്ഷിക്കും. ആന മുട്ടയുടെ പുറത്ത് അടയിരുന്നു. ബാക്കി കഥ പറയേണ്ടതില്ലല്ലോ. ആനയുടെ ഭാരത്തിൽ അമർന്ന മുട്ടകളെല്ലാം ഉടഞ്ഞു, നശിച്ചു. ആനയുടെ മനസ്സലിവും ശ്രദ്ധയും വളരെ അഭിനന്ദനീയം തന്നെ. പക്ഷെ അതിനൊരു കുറവുണ്ടായിരുന്നു: വിവേകമില്ലായ്മ. വിവേകമില്ലാതെ ദയ കാണിച്ചാൽ അത് വിനയായി മാറും. ദാനം ചെയ്യുമ്പോഴും സേവനം ചെയ്യുമ്പോഴും വിവേകപൂർവം ചെയ്യണം. വിവേകമില്ലാത്ത വാക്കുകളും പെരുമാറ്റങ്ങളുമാണ് ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തകർക്കുന്നത്. ധാരാളം കഴിവുകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പലരുടെയും ജീവിതങ്ങൾ അനുഗ്രഹകരമാകാതെ ആയിത്തീരുന്നു. കാരണം ഉള്ളവയെ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില ജീവിതങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് വളരുന്നത്. ഇതിൻ്റെ കാരണം ഒന്ന് മാത്രം: പ്രശ്നങ്ങളെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളും വിവേകമില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ്. വിവേകമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഉള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നു. ഒരുപക്ഷെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ വേര് കിടക്കുന്നത് ഒരു ചെറിയ വിവേകക്കുറവിലായിരിക്കാം.